എല്ലാവർക്കും നമസ്കാരം. 10th പ്രിലിംസ് 20 ഡേയ്സ് MCQ ചലഞ്ചിലെ 8ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മീഷൻസ് നോക്കാം. അപ്പോൾ ആദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് 1993 ഒക്ടോബർ 12-നാണ്. ഓർത്തു വയ്ക്കുക, ഒക്ടോബർ 12-നാണ്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം എന്നാണ്? അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം അത് ഡിസംബർ 10 കേട്ടോ, ഡിസംബർ 10. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം ഒരാളുടെ ജീവനെയോ വ്യക്തി സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരമാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ അത് നൽകണം? വിവരാവകാശ നിയമപ്രകാരം ഒരാളുടെ ജീവനെയോ വ്യക്തി സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരമാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ അത് നൽകണം? 48 മണിക്കൂറിനുള്ളിൽ അല്ലേ? സാധാരണഗതിയിൽ 30 ദിവസമാണ് സമയം. എന്നാൽ ജീവനോ അങ്ങനെയുള്ളതൊക്കെയാണ് 48 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ രേഖ നൽകണം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. വിവരാവകാശ നിയമം സെക്ഷൻ 4 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നുള്ള ഇളവുകൾ, പൊതു അധികാരികളുടെ ബാധ്യതകൾ, അപ്പീൽ നൽകുന്ന രീതി, പിഴ ശിക്ഷകൾ. ഏതാണ് സെക്ഷൻ 4-ൽ പറയുന്നത്? സെക്ഷൻ 4 പൊതു അധികാരികളുടെ ബാധ്യതകളാണ് സെക്ഷൻ 4-ൽ പറയുന്നത്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണല്ലേ. പ്രധാനമന്ത്രി അധ്യക്ഷനായ ഒരു 6-അംഗ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് രാഷ്ട്രപതി ഇവരെ നിയമിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷാ ഫീസ് ഇല്ലാത്ത വിഭാഗം ഏതാണ്? അപേക്ഷാ ഫീസ് ഇല്ലാത്തത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അല്ലേ, BPL വിഭാഗത്തിനാണ് അപേക്ഷാ ഫീസ് ഇല്ലാത്തത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെടുവാനുള്ള യോഗ്യത എന്താണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കാനുള്ള യോഗ്യത എന്താണ്? ഓപ്ഷൻ ബി അല്ലേ, ഹൈക്കോടതിയിലെ ഒരു റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയേർഡ് ജഡ്ജി. 2019 ഭേദഗതി പ്രകാരം എന്തായി? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നവർക്കോ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരുന്നവർക്കോ ചെയർമാനാകാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ പരമാവധി എണ്ണം എത്രയാണ്? 10. എത്ര എണ്ണമാണ്? 10. ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും 10 അംഗങ്ങളും. അംഗങ്ങളുടെ എണ്ണം 10-ൽ കൂടാൻ പാടില്ല എന്നാണ്. വിവരാവകാശ നിയമപ്രകാരം 1-ാം അപ്പീൽ നൽകേണ്ടത് ആർക്കാണ്? 1-ാം അപ്പീൽ നൽകേണ്ടത് ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥന്. സെക്ഷൻ 19(1) പ്രകാരം 1-ാം അപ്പീൽ നൽകേണ്ടത് അതേ ഓഫീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്? ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 21 പ്രകാരമാണ് സംസ്ഥാന കമ്മീഷൻ രൂപീകരിക്കുന്നത്. സെക്ഷൻ 3 പ്രകാരം ദേശീയ കമ്മീഷനും സെക്ഷൻ 21 പ്രകാരം സംസ്ഥാന കമ്മീഷനും രൂപീകരിക്കുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇതിന് സിവിൽ കോടതിയുടെ അധികാരങ്ങളുണ്ട്. ഏതാണ് ശരിയായിട്ടുള്ളത്? 2 മാത്രം അല്ലേ. എന്തുകൊണ്ടാണ്? ഇത് ഭരണഘടനാ സ്ഥാപനമല്ല, ഇതൊരു പാർലമെൻറ്റ് നിയമം വഴി നിർമ്മിച്ച സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണല്ലേ, അതെ. പിന്നെ സിവിൽ കോടതികളുടെ അധികാരങ്ങളും ഉണ്ട്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 8 എന്തിനെക്കുറിച്ച്? സെക്ഷൻ 8-നെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ നൽകുന്നതിൽ നിന്ന് ഇളവ് നൽകുന്നു. 3-ാം കക്ഷിയുടെ രഹസ്യ വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നില്ല. ശരിയായ പ്രസ്താവന സെക്ഷൻ 8 പ്രകാരം ശരിയായത് ഏതാണ്? 1 മാത്രമാണ് ശരിയായിട്ടുള്ളൂ അല്ലേ. അതായത് സെക്ഷൻ 8(1)(d) പ്രകാരം 3-ാം കക്ഷിയുടെ വാണിജ്യ രഹസ്യങ്ങളും വെളിപ്പെടുത്തലിൽ നിന്ന് ഇളവുണ്ട്. അതിനാ പ്രസ്താവന 2 എന്താണ്? തെറ്റാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിയമന സമിതിയിൽ ഉൾപ്പെടാത്തത് ആരാണ്? നിയമന സമിതിയിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഗവർണറാണ് കേട്ടോ. 3 മാത്രം ഉൾപ്പെടാത്തതാണേ ചോദിച്ചിട്ടുള്ളത്. 3 എന്ന് പറയുമ്പോൾ ഗവർണറാണ് നിയമനം നടത്തുന്നത്. കേരള സംസ്ഥാനമല്ലേ നടത്തുന്നത്. പക്ഷേ നിയമന സമിതിയിൽ ആരൊക്കെയാണുള്ളത്?
മുഖ്യമന്ത്രി, ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. പിന്നെ സ്പീക്കറും ആഭ്യന്തരമന്ത്രി പ്രതിപക്ഷ നേതാവുമാണ് ഉണ്ടാവുന്നത്. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമം 2005 ബാധകമല്ലാത്ത സ്ഥാപനം ഏതൊക്കെയാണ്? വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സ്ഥാപനം ഏതൊക്കെയാണ്? റോ, ഇൻ്റലിജൻസ് ബ്യൂറോ. ഏതാണ്? 2 അല്ലേ. അതായത് രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് റോ, IB, BSF തുടങ്ങി 25ഓളം ഏജൻസികൾക്ക് ഈ വിവരാവകാശ നിയമം ബാധകമല്ല, സെക്ഷൻ 24 പ്രകാരം. എന്നാൽ അഴിമതി, പിന്നെ മനുഷ്യാവകാശ ലംഘനം എന്നിവയൊക്കെ ഇതിന് കീഴിൽ വരും. മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധിയെക്കുറിച്ച് ശരിയായതേത്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെ. വിരമിച്ച ശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ ജോലി ചെയ്യാൻ അർഹതയുണ്ട് എന്നാണ് പറയുന്നത്. ഏതാണ് ശരിയായിട്ടുള്ളത്? 1 മാത്രം അല്ലേ. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെ. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? വിരമിച്ച ശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ മറ്റു ജോലി സ്വീകരിക്കാൻ അർഹതയില്ല. അതുകൊണ്ട് 2 തെറ്റാണ്. ഇവിടെ അർഹതയുണ്ടെന്നാണ് പറയുന്നത്, പക്ഷെ അർഹതയില്ല. 1ാമത്തെ മാത്രമേ ശരിയായിട്ടുള്ളൂ. അടുത്ത ചോദ്യം, RTI ആക്ട് പ്രകാരം വിവരങ്ങൾ നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകേണ്ടി വരുന്ന പിഴയെക്കുറിച്ച് ശരിയായതേത്? പ്രതിദിനം 250 രൂപ, പരമാവധി 25,000 രൂപ. ഏതാ ശരിയായിട്ടുള്ളത്? 2ഉം ശരിയാണ് അല്ലേ. 2ഉം ശരിയാണ്. വിവരം നൽകാൻ വൈകിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും 250 രൂപ, പരമാവധി 25,000 രൂപ വരെ പിഴയടയ്ക്കണം. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ അല്ലാത്തത് ആരാണ്? അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് അല്ലാത്തത്? 3 മാത്രം. സ്പീക്കർ അല്ലേ. അപ്പോൾ വനിതാ കമ്മീഷൻ, പിന്നെ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ തുടങ്ങിയവരുടെയൊക്കെ അധ്യക്ഷന്മാർ എക്സ് ഒഫീഷ്യോ അംഗമാണ്. പക്ഷേ സ്പീക്കർ ഇതിൽ അംഗമല്ല. വിവരാവകാശ നിയമപ്രകാരം 2ാം അപ്പീൽ നൽകുന്നതിനെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? ആദ്യ അപ്പീൽ തീർപ്പാക്കി 90 ദിവസത്തിനുള്ളിൽ നൽകണം. ഇൻഫർമേഷൻ കമ്മീഷനിലാണ് 2ാം അപ്പീൽ നൽകേണ്ടത്. ഏതാ ശരിയായിട്ടുള്ളത്? 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. ഇൻഫർമേഷൻ കമ്മീഷനിലാണ് 2ാം അപ്പീൽ നൽകേണ്ടത്. 90 ദിവസമാണ് സമയം. മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? സ്വന്തം നിലയിൽ കേസുകൾ എടുക്കാൻ അധികാരമുണ്ട്. ജയിലുകൾ സന്ദർശിക്കാനും അധികാരമുണ്ട്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയായിട്ടുള്ളത്? 2ഉം ശരിയാണല്ലേ. അപ്പോൾ മനുഷ്യാവകാശ ലംഘനം നടന്നാൽ സ്വന്തം നിലയ്ക്ക് കേസെടുക്കുവാനും ജയിലുകളിലെ അവസ്ഥ പരിശോധിക്കുവാനും മനുഷ്യാവകാശ കമ്മീഷന് അധികാരമുണ്ട്. 20ാമത്തെ ചോദ്യം, RTI ആക്ട് പ്രകാരം ഒരപേക്ഷ നിരസിക്കുകയാണെങ്കിൽ നൽകേണ്ട വിവരങ്ങളേവ? ഏതൊക്കെയാണ്? നിരസിക്കാനുള്ള കാരണം, അപ്പീൽ നൽകേണ്ട കാലാവധി, അപ്പീൽ അധികാരിയുടെ വിവരങ്ങൾ. ഏതൊക്കെയാണ്? 3ഉം വരും അല്ലേ. 1, 2, 3. ഒരപേക്ഷ നിരസിക്കുമ്പോൾ 3 കാര്യങ്ങളും എന്ത് ചെയ്യണം? അപേക്ഷകനെ അറിയിച്ചിരിക്കണം. നിരസിക്കാനുള്ള കാരണം എന്താണ്? അപ്പീൽ നൽകേണ്ട കാലാവധി, അപ്പീൽ അധികാരിയുടെ വിവരങ്ങൾ. 21. വിവരാവകാശ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? 1997 സ്വന്തമായി വിവരാവകാശ നിയമം കൊണ്ടുവന്നത് ആരാണ്? തമിഴ്നാട് അല്ലേ. തമിഴ്നാടാണ്. സെക്ഷൻ 19 RTI ആക്ട് പ്രകാരം സെക്ഷൻ 19 പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? സെക്ഷൻ 19 എന്തിനെ പറ്റിയാണ് പറയുന്നത്? അപ്പീലുകളെ പറ്റിയാണ് പറയുന്നത് അല്ലേ. അപ്പീൽസ്. 19 അപ്പീലാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നീക്കം ചെയ്യുവാനുള്ള അധികാരം ആർക്കാണ്? മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നീക്കം ചെയ്യുവാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതി അല്ലേ. സുപ്രീം കോടതി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. സംസ്ഥാന കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ്, പക്ഷെ നീക്കം ചെയ്യുന്നത് അതും ആരാണ്? രാഷ്ട്രപതിയാണ് കേട്ടോ. ഇനി അടുത്ത പ്രസ്താവന ചോദ്യം നോക്കി. മനുഷ്യാവകാശ കമ്മീഷന് 1 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കേസുകൾ അന്വേഷിക്കാൻ കഴിയില്ല. കമ്മീഷന് ശുപാർശകൾ സർക്കാരിന് നിർബന്ധമായും കമ്മീഷന്റെ ശുപാർശകൾ സർക്കാരിന് നിർബന്ധമായും പാലിക്കേണ്ടതാണ്. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് കമ്മീഷന്റെ ശുപാർശകൾ സർക്കാരിന് ഒരു ഉപദേശക സ്വഭാവമുള്ളതാണ്. അത് നിർബന്ധമായിട്ടും പാലിക്കണമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായത്. വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയതെന്നാണ്? വിവരാവകാശ നിയമം
ജൂൺ 15, 2005 ജൂൺ 15 അല്ലേ. എന്നാൽ പൂർണ്ണമായും നിലവിൽ വന്നത് ഒക്ടോബർ 12. സെക്ഷൻ 18 പ്രകാരം പരാതികൾ സ്വീകരിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? RTA ആക്ടിലെ സെക്ഷൻ 18 പ്രകാരം പരാതികൾ സ്വീകരിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? ഇൻഫോർമേഷൻ കമ്മീഷന് അല്ലേ, കമ്മീഷനാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമപ്രകാരം നൽകാൻ പാടില്ലാത്തത്? നോക്കി, മന്ത്രിസഭാ തീരുമാനങ്ങളുടെ രേഖകൾ, വിദേശ സർക്കാരുകളിൽ നിന്ന് രഹസ്യമായി ലഭിച്ച വിവരങ്ങൾ. ഏതാണ് നിയമപരമായി നൽകാൻ പാടില്ലാത്തത് എന്നാണ് ചോദ്യം. ഏതാണ്? 1ഉം 2ഉം വരുന്നുണ്ട് അല്ലേ. ഇവ രണ്ടും വെളിപ്പെടുത്തുന്നതിൽ നിന്നുള്ള ഇളവുള്ള വിവരങ്ങളാണ്. അതായത് തീരുമാനം എടുക്കുന്നതിന് മുന്നെയാണ് മന്ത്രിസഭാ തീരുമാനങ്ങളുടെ രേഖകൾ വരുന്നത് കേട്ടോ. മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരണ സമിതിയിലെ അംഗമല്ലാത്തത് ആരാണ്? മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരണ സമിതിയിലെ അംഗം അല്ലാത്തത് ആരാണ്? നിയമന സമിതിയിലെ അംഗമല്ലാത്തത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലേ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. അടുത്ത ചോദ്യം, കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി അല്ലേ. രാഷ്ട്രപതി അല്ലേ? അതെ, രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതിയുടെ ശുപാർശയിൽ രാഷ്ട്രപതിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്. അടുത്തത്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ്. അദ്ദേഹത്തെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നോക്കി, ഏതാണ് ആൻസർ വരുന്നത്? രണ്ടും ശരിയാണ്. നമ്മൾ ആദ്യം പറഞ്ഞല്ലേ, നിയമിക്കുന്നത് ഗവർണർ, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയുമാണ്. ഈ ക്ലാസ്സുകൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? സെക്ഷൻ 24 നിയമം ബാധകമല്ലാത്ത സുരക്ഷാ സ്ഥാപനങ്ങളെ പറ്റിയിട്ടാണ്. ചില പ്രത്യേക സ്ഥാപനങ്ങൾക്ക് ഇളവ് നൽകുന്നില്ലേ, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ആരാണ്? വജാഹത്ത് ഹബീബുള്ള. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. കേരള സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷൻ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. കമ്മീഷന് സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. ഏതാണ് ആൻസർ വരുന്നത്? രണ്ടും ശരിയല്ലേ. രണ്ടും ശരിയാണ്. അതായത് കേരള വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. സിവിൽ കോടതിയുടെ അധികാരങ്ങളുമുണ്ട്. വിവരാവകാശ നിയമപ്രകാരം അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷ ലഭിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ അത് കൈമാറണം? എത്ര ദിവസം? 5 ദിവസം. അസിസ്റ്റന്റ് ഓഫീസർക്ക് അപേക്ഷ ലഭിച്ചാൽ അത് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഓഫീസർക്ക് കൈമാറാൻ 5 ദിവസത്തെ അധിക സമയമാണ് ലഭിക്കുക. മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? 1948 ഡിസംബർ 10. ദിനം ഡിസംബർ 10 ആണ് കേട്ടോ. ഡിസംബർ 10. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിരുന്ന ഏക മലയാളി ആരാണ്? മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിരുന്ന ഏക മലയാളി ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ അല്ലേ. ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ഈ ഒരു പ്രസ്താവന ചോദ്യം നോക്കി. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ലഭിക്കാൻ കാരണം ബോധിപ്പിക്കേണ്ടതില്ല. അപേക്ഷകന്റെ വ്യക്തിപരമായ വിവരങ്ങൾ നൽകേണ്ടതില്ല. ഏതാണ് ശരിയായിട്ടുള്ളത്? രണ്ടും ശരിയാണ് അല്ലേ. വിവരം ചോദിക്കാനുള്ള കാരണം അപേക്ഷകൻ നൽകേണ്ടതില്ല. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗം എത്രയാ? ചെയർമാനും 2 അംഗങ്ങളുമാണ് കേട്ടോ. ചെയർമാനും 2 അംഗങ്ങളും. അങ്ങനെ ടോട്ടൽ 3 അംഗങ്ങളാണ് ഉള്ളത്. RTA ആക്ട് 2025 ഷെഡ്യൂൾ 2 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഷെഡ്യൂൾ 2 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? എന്തിനെ പറ്റിയാണ്? നിയമം ബാധകമല്ലാത്ത സുരക്ഷാ അന്വേഷണ ഏജൻസികളുടെ പട്ടികയാണ്. ഇത് ഷെഡ്യൂൾ 2 കേട്ടോ. മറ്റേ സെക്ഷൻ 24 പറയുന്ന പട്ടിക ഈ ഷെഡ്യൂളിലുള്ളതാണ് കേട്ടോ. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടില്ലേ. ഓക്കെ.
അടുത്തത് ലോക മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്ന വർഷം 1948. 48 അതെ 48. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ലഭിക്കുവാനായി നൽകുന്ന അപേക്ഷയുടെ കൂടെ നൽകേണ്ട ഫീസ് എത്രയാണ്? കേരളത്തിൽ എത്ര രൂപയാണ് ഫീസ്? 10 രൂപ. 10 രൂപയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ തൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? മനുഷ്യാവകാശ കമ്മീഷൻ തൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സർക്കാരിനാണ്. വാർഷിക റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ ആണ് നൽകുന്നത്. ഇതൊരു പ്രസ്താവന ചോദ്യമാണ്. RTI നിയമപ്രകാരം കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇതിനു മുമ്പ് ഇത് ഇലക്ഷൻ കമ്മീഷണറുടെ ശമ്പളത്തിന് തുല്യമായിരുന്നു. ഏതാണ് ശരിയായിട്ടുള്ളത്? രണ്ടും ശരിയാണ് അല്ലേ. 2019 RTI ഭേദഗതി നിയമപ്രകാരം ശമ്പളവും കാലാവധിയും നിശ്ചയിക്കുവാനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ഏത് തരം സ്ഥാപനമാണ്? ഏത് തരമാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ, സ്റ്റാറ്റ്യൂട്ടറി, എക്സിക്യൂട്ടീവ്, NGO. ഏതാണ്? സ്റ്റാറ്റ്യൂട്ടറി അല്ലെ. സ്റ്റാറ്റ്യൂട്ട് ഒരു നിയമം വഴി രൂപീകരിച്ച സ്ഥാപനമാണ്. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 11 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സെക്ഷൻ 11 അത് മൂന്നാം കക്ഷിയുടെ വിവരങ്ങളെ പറ്റി മറ്റൊരാളുടെ സ്വകാര്യ വിവരങ്ങൾ ചോദിക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമമാണ് ഇത് പറയുന്നത്. സെക്ഷൻ 11 പറയുന്നത്. കേരളത്തിൽ നിലവിലെ സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ ആണ്. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയായിരിക്കണം. അംഗങ്ങളിൽ ഒരാൾ ജില്ലാ ജഡ്ജി ആയിരുന്ന വ്യക്തിയായിരിക്കണം. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? രണ്ടും ശരിയാണ് അല്ലേ. രണ്ടും ശരിയാണ്. സംസ്ഥാന കമ്മീഷൻ്റെ കാര്യങ്ങളിൽ ഈ യോഗ്യതകൾ വേണം. വിവരങ്ങൾ എന്ന പദത്തിൻ്റെ നിർവചനം RTI നിയമത്തിലെ ഏത് സെക്ഷനിലാണ് പറയുന്നത്? ഇൻഫോർമേഷൻ നിർവചിച്ചിരിക്കുന്നത് ഏതിലാണ്? F അല്ലേ. F ഇൻഫോർമേഷൻ എന്താണ് എന്ന് പറയുന്നത് 2F ഓക്കെ. റൈറ്റ് ടു ഇൻഫോർമേഷൻ 2J കേട്ടോ. ലാസ്റ്റ് ചോദ്യം. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ ഏതൊക്കെയാണ്? 2006 2019 അല്ലേ. 2006 2019 മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രധാനമായും ഭേദഗതി ചെയ്തിട്ടുള്ളത്. 50 ചോദ്യങ്ങൾ നമ്മൾ ഈ റൈറ്റ്സ് കാര്യങ്ങളിൽ നിന്നും പഠിച്ചു. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനും 2 ദിവസത്തെ MCQ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നാളെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ജോഗ്രഫി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള MCQ സെക്ഷൻ ആയിരിക്കും. താങ്ക്